കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കയ്യറുത്തപ്പോ കട്ട ചോരയ മോത്ത് തെറിച്ചത്. അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട്. നല്ല അഭിപ്രായം. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ടിട്ട് യൂത്തിനൊക്കെയാണ് പഴയ 2 കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക്. 2 ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ലവണ്ണം ചിരിച്ചില്ലേ. ഇതിനകത്ത് കുറച്ച് ചിരിക്കാനുള്ള ഭയങ്കര വലിയ പാർട്ട് സംഭവമൊന്നുമില്ല. ചേട്ടാ ഇത് പണിയാവോ? എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. കുറച്ചേരത്തേക്ക് ബോധം ഇല്ല, മൊത്തത്തില് മറ്റേ ഇല്ല സ്കിറ്റൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി. ആ ധർമ്മജനൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട്. ജോണർ മാറിയതാണോ പ്രശ്നമേ? ജോണർ അറിയില്ല, പഴയത് തന്നെ പുതിയൊരു രാജാപാർട്ടി കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട്. എനിക്ക് തീരെ ചില സീനുകളൊക്കെ ചിരിച്ചിട്ടുണ്ട്, അത്ര തന്നെ. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? കഥയുണ്ട്, ചിരിക്കാനുണ്ട്, അടിപൊളി. ഫസ്റ്റ് ഹാഫ് ചിരിച്ചിട്ട് വയറൊക്കെ ഒളുക്കി പോയി. അതെ, ഫണ്ട് തന്നെയാണ്. അടിപൊളി പടമാണ്, സൂപ്പർ പടം. Okay. കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. ആട് 3 കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് മിഥുൻ മാനുവൽ തോമസ് പൊളിച്ചു. പിന്നെ അല്ല സഹോ, നീ വിജയ് ബാബു തകർത്തു. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു ജോണറിൽ വരുന്ന ഒരു സിനിമയെ ഏറ്റവും ഗംഭീരമായിട്ട് മലയാളത്തിൽ ഇതുവരെ ഏറ്റവും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ സിനിമയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മാഡം സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്. ഹ്യൂമറുണ്ട്, ടൈം ട്രാവലിന് അതുണ്ട്, ഈ പറയുന്ന ഫാന്റസി എലമെന്റുകൾ ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് നിങ്ങളിൽ പലരും ചിലപ്പോൾ പലതിൻ്റെയും ആരാധകരായിരിക്കും. അറക്കൽ അബു വന്ന സമയത്ത് തിയേറ്ററിൽ പേപ്പർ വാരി എറിഞ്ഞ ആളുകളുണ്ട്. ശശി ആശാന് വേണ്ടി കൈയടിച്ച ആളുകളുണ്ട്. ഷാജി പാപ്പം വന്നപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നത് പോലെ കൈയടിച്ച ആളുകളുണ്ട്. ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കൈയടി. ഇൻട്രോ ഒക്കെ എല്ലാവരുടെ ഇൻട്രോ നല്ല. ധർമ്മജനാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം. ധർമ്മജൻ കൊണ്ടുപോയി തൂക്കി. ഓക്കെ, അപ്പൊ ജോണർ മാറ്റുന്നതിന്റെ എന്തെങ്കിലും ഷിഫ്റ്റോ പുതിയ ക്യാരക്ടേഴ്സിന്? ഇല്ല, എല്ലാവരുടെയും സ്വാഗ് അടിപൊളിയായിരുന്നു. ഇൻട്രോയില് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന അത് നൈസായിട്ട് വർക്കായി. ജോണർ മാറിയതാണോ പ്രശ്നമേ? ജോണർ അറിയില്ല, പഴയത് തന്നെ പുതിയൊരു രാജാപാർട്ടി കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട്. എനിക്ക് തീരെ ചില സീനുകളൊക്കെ ചിരിച്ചിട്ടുണ്ട്, അത്ര തന്നെ. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക്